ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്ന് ഇൻറ്റഗ്രേഷൻ ഡേ 1 ഉദ്ഘാടനം 1-ാം ദിവസം പരീക്ഷ കഴിഞ്ഞു അല്ലേ? അപ്പം നമുക്ക് പരീക്ഷയിലെ മാർക്ക് അറിയണ്ടേ? ഓക്കെ മക്കളെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത് നിറം നൽകാനായിരുന്നു അല്ലേ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ ഒരു തന്നിട്ടുള്ള ചിത്രത്തിന് മനോഹരമായിട്ട് നിറം നൽകിയിട്ടില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് പ്രവർത്തനത്തിലോട്ട് പോകാം അല്ലേ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ ഇന്നത്തെ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ എക്സാം ഈസി ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ എക്സാമിന് നമുക്കുള്ളൊരു പ്രവർത്തനമായിരുന്നു വായിക്കാം എഴുതാം എന്നുള്ളത് അല്ലേ? നമുക്ക് വായിക്കാനായിട്ട് അവിടെ ഒരു സ്റ്റോറി തന്നിട്ടില്ലായിരുന്നോ? എന്താണെന്ന് നോക്കിക്കേ. മൃഗങ്ങളെ പേടിച്ച് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവനും കൊണ്ട് ഓടിപ്പോയി. കാട് ശാന്തമായി. അണ്ണാൻ കുഞ്ഞിനെയും പുറത്തേറ്റി ആനമൂപ്പൻ പിന്നെയും നടക്കാൻ തുടങ്ങി. നമുക്ക് അങ്ങേ മലയുടെ ചരിവിൽ പോകാം, അണ്ണാൻ കുഞ്ഞ് ഉത്സാഹത്തോടെ പറഞ്ഞു. പൊടുന്നനെ ആനമൂപ്പൻ നിന്നു. തുമ്പിക്കായ് ഉയർത്തി ചുറ്റിലും മണം പിടിച്ചു. എന്തൊരു സുഗന്ധം! എവിടുന്നാണ് ഈ വിശേഷപ്പെട്ട മണം? സുഗന്ധത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം. അവർ കാട് മുഴുവൻ അരിച്ചു പെറുക്കി. ഒടുവിൽ ഇരുവരും കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നു. നോക്കിക്കേ മക്കളെ, നമുക്ക് ആദ്യം ഒരു ചോദ്യം ഉണ്ട് അല്ലേ? എന്താണ് കാട് ശാന്തമായത് എപ്പോഴാണ് മക്കളെ? മൃഗങ്ങളെ പേടിച്ചിട്ട് മരം വെട്ടുകാരും വേട്ടക്കാരും ജീവൻ കൊണ്ട് ഓടിപ്പോയപ്പോഴാണ് കാട് ശാന്തമായിട്ടുള്ളത് അല്ലേ? അതിനുശേഷം 2ാമത്തെ ചോദ്യം എന്താണ്? ആനമൂപ്പൻ മണം പിടിച്ചത് എങ്ങനെയായിരുന്നു മക്കളെ മണം പിടിച്ചിട്ടുണ്ടായിരുന്നത്? തുമ്പിക്കായ് ഉയർത്തിയിട്ടാണ് ചുറ്റിലുള്ള മണം പിടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സുഗന്ധത്തിൻ്റെ ഉറവിടം തേടി അവർ എത്തിച്ചേർന്നത് എവിടെയായിരുന്നു? നമ്മുടെ കേശൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലായിരുന്നു അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ മക്കളെ. പെട്ടെന്ന് എന്ന പദത്തിന് പകരമുള്ള പദം ഏതാണ് മക്കളെ? പെട്ടെന്ന് എന്നതിന് പകരമായിട്ട് നമുക്കിവിടെ ഉപയോഗിച്ചത് ഏതാണ്? പൊടുന്നനെ എന്നാണ് അല്ലേ? അതിലുള്ള അവസാന ചോദ്യം എന്താണ്? അവർ കാട്ടിലാകെ തിരഞ്ഞത് എന്താണ് മക്കൾ അവർ കാട്ടിലാകെ തിരഞ്ഞത്? എന്തോ ഒരു വിശേഷപ്പെട്ട മണം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സുഗന്ധത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നതാണ് അവർ കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, അപ്പം 1ാമത്തെ പ്രവർത്തനം എല്ലാ കൂട്ടുകാരും ഭംഗിയായിട്ട് എഴുതിയിട്ടില്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അടുത്തത് കൂട്ടുകാർക്ക് ഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? നോക്കിക്കേ. ഓൺ ദെയർ വേ ബാക്ക് ഫ്രം ഗാർഡൻ ഓഫ് കിങ് കേശൻ ദേ റീച്ച്ഡ് ദി പ്ലാന്റേയിങ് ഗാർഡൻ ഓഫ് ദി കിങ് ഓഫ് കതിരാണി ദേശം. ദി കിങ് ഗേവ് ദം എ ബഞ്ച് ഓഫ് ബനാനാസ്. അതായത് നമ്മുടെ ആനമൂപ്പനും അണ്ണാനും കൂടി നമ്മുടെ കേശൻ രാജാവിൻ്റെ ഗാർഡനിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എവിടെ എത്തി? നമ്മുടെ കതിരാണി ദേശത്തെ രാജാവിൻ്റെ ഒരു പ്ലാന്റേൻ ഗാർഡനിൽ എത്തിയില്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കിങ് അവർക്ക് എന്ത് കൊടുത്തു? എ ബഞ്ച് ഓഫ് ബനാനാസ് അല്ലേ? ഒരു പഴക്കുല കൊടുത്തു. ദർ ആർ 85 ബനാനാസ് ഇൻ ദി ബഞ്ച്. ഔട്ട് ഓഫ് ദം 42 ആർ റോ. അതായത് അവർക്ക് ആകെ ആ ഒരു ബനാന ബഞ്ചിൽ എത്ര ബനാന ഉണ്ടായിരുന്നു? 85 ബനാനയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? അതിൽ 42 എന്താണ്? പാകമാകാത്തതാണ് അല്ലേ? അപ്പം കൂട്ടുകാരത്ത് ചോദിച്ചത് ഇതായിരുന്നു, ഹൗ മെനി ആർ ദി റൈപ്പ് വൺസ്. അതായത് പഴുത്ത ഭാഗമായത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 85 - 42 ആണ് ചെയ്യേണ്ടത് അല്ലേ? 85 കുറയ്ക്കണം 43 ചെയ്യേണ്ടത്. എത്രയാണ് 42 ചെയ്യേണ്ടത് അല്ലേ? അപ്പം നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുക? 43 അല്ലേ? എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യമായിരുന്നു റൈറ്റ് ദി നമ്പേഴ്സ് ഓഫ് ദി ബനാനാസ് ഇൻ ഡിഫറെൻറ്റ് വേസ് അല്ലേ? പല രൂപത്തിൽ എഴുതാനായിട്ട് 85 എന്ന സംഖ്യയെ പല രൂപത്തിൽ എഴുതാനായിട്ട് അല്ലേ? അപ്പം നമുക്ക് അവിടെ ഒന്ന് തന്നിട്ടുണ്ട്, 90 - ഡേഷ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അതായത് 90 - എത്രയോ ഒരു സംഖ്യ ചെയ്താൽ 85 അവിടെ നമുക്കറിയാമല്ലേ? 5 ആണ് എഴുതേണ്ടത്, 5 ആൻസർ എഴുതേണ്ടത്. പിന്നെ നോക്കിക്കേ, 10സും 1സും തന്നിട്ടുണ്ടല്ലേ? അതായത് എത്ര പത്തുകളും എത്ര ഒന്നുകളും നമുക്കറിയാമല്ലേ? 8 പത്തുകളും 5 ഒന്നുകളാണ് അല്ലേ? പിന്നെയുള്ള 2 കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എന്ത് എഴുതാം? 40 + 45 എന്ന് എഴുതി കൂടെ? 40 കൂട്ടണം 45 എത്രയാണ്? 85 അല്ലേ? ഓക്കെ, പിന്നെ നമുക്ക് എന്ത് എഴുതാം? 80 + 5 എന്ന് എഴുതി കൂടെ? 85 എഴുതാം അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. പ്രവർത്തനം 3 ഇല വിശേഷം. അത് ടീച്ചർ മക്കളടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നോക്കിക്കേ മക്കളെ. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആനമൂപ്പൻ ഒരു വാഴയില ഒടിച്ചെടുത്ത് അണ്ണാൻ കുഞ്ഞിന് മീതെ കുടയായി പിടിച്ചു. ഇലകൾ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണല്ലേ?
താഴെ കൊടുത്ത ഇലകൾക്കു നേരെ ഓരോ ഉപയോഗം എഴുതുക. അപ്പോൾ വാഴയിലയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? നമ്മൾ ആഹാരം പൊതിയാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെയോ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം? അതിൽ എഴുതാവുന്നതാണ്. തുളസിയില നമ്മൾ ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചീരയിലയോ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ചെമ്പരത്തിയില നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? താളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അടുത്തത് തെങ്ങോല നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് മക്കളെ? നമ്മൾ കളിപ്പാട്ടം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂലുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ഒരു പ്രവർത്തനത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്തായിരുന്നെന്ന് നോക്കാം. കടങ്കഥപ്പയറ്റ്. ആനമൂപ്പനും അണ്ണാൻ കുഞ്ഞും തമ്മിൽ വാശിയേറിയ കടങ്കഥപ്പയറ്റ് നടക്കുകയാണ്. കടങ്കഥകൾക്ക് ഉത്തരം നൽകാൻ അവരെ സഹായിക്കാമോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പം നമ്മുടെ ആനമൂപ്പൻ എന്താ പറഞ്ഞത്? കാറ്റ് കുടിക്കും പെരുവയറൻ, കാറ്റിൽ പാറും കുടവയറൻ. ഉത്തരം എന്താണ് മക്കളെ? ബലൂണാണ് അല്ലേ? അടുത്ത നോക്കിക്കേ, വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. ഉത്തരം എന്താണ്? കണ്ണാണ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ, കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിലിരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ മായും ഞാനാരെന്ന് പറയാമോ? ആരാ മക്കളെ? ഉത്തരം ഉപ്പാണ് അല്ലേ? എല്ലാ കൂട്ടുകാർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇനി ആർക്കെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ദിവസത്തെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് മുഴുവൻ മാർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയിട്ട് ടീച്ചർ അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിന് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടും കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് അതെല്ലാം ഇരുന്നിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കൂ. ഒന്നമർത്തിയാൽ കണ്ടതെല്ലാം ഉള്ളിലാക്കും. ഉത്തരം എന്താണ് മക്കളെ? ക്യാമറയാണ് ഉത്തരം വരുന്നത് അല്ലേ? പിന്നെ മക്കളടുത്ത് പറഞ്ഞത് മീൻ ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ നിർമ്മിക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഒരു കടങ്കഥ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആക്ടിവിറ്റി 5, ഹൂ ഈസ് ഹൈഡിങ്? ദേ സോ എ ഫ്രണ്ട് ഇൻ എ പോണ്ട് ഇൻ ദി ഫോറസ്റ്റ്. ഹൂ ഈസ് ദാറ്റ്? അപ്പോൾ ആ ഒരു ഫ്രണ്ട് ആരാന്ന് മക്കളടുത്ത് കണ്ടെത്താനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് കണ്ടെത്താനായിട്ട് നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫൈൻഡ് ദി ആൻസർ, ഗിവ് സെയിം കളർ ടു ദി ബോക്സസ് വിത്ത് ദി സെയിം ആൻസേഴ്സ് ആൻഡ് ഫൈൻഡ് ദി ഫ്രണ്ട്. അതായത് താഴെ തന്നിട്ടുള്ള ആ ഒരു ക്രിയകളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? കിട്ടുന്ന ആൻസറിന് സെയിം കളർ കൊടുക്കുക. അതുപോലെ തന്നെ സെയിം ആൻസർ ആയിട്ടുള്ള ബോക്സസിനാണ് നമ്മൾ കളർ കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഇതാ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ഫ്രണ്ടിനെ കണ്ടെത്താനായിട്ട് പറ്റൂലേ? അപ്പോൾ ഇന്നത്തെ എക്സാം എല്ലാ കൂട്ടുകാരും വളരെ ഈസി ആയിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കല്ലേ. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.